ഏറ്റവും ഇടപഴകലുകൾ നടത്തുന്ന ഒരു ടെക്നോളജി അത് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുക എന്നും നമ്മുടെ സാമൂഹികവും ആത്മീയവുമായ ജീവിതത്തെ അതെങ്ങനെ ബാധിക്കുന്നു എന്നതിനെക്കുറിച്ചുമാണ് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ നൂറ്റാണ്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങളിൽ ഒന്നാണ് സ്മാർട്ട് ഫോണുകളുടെ കണ്ടുപിടുത്തം. മൊബൈൽ ഫോണുകൾ, സ്മാർട്ട് ഫോണുകൾ എന്നറിയപ്പെടുന്ന ഫോണുകൾ അത്രയും കാലത്ത് നമ്മളൊക്കെയും ആസ്വദിച്ചിരുന്ന പല കണ്ടുപിടുത്തങ്ങളെയും കടത്തിവെട്ടിക്കൊണ്ട് മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. ഒരു 90കളിൽ ജീവിച്ചിരുന്ന ആളുകൾക്കൊക്കെയും അറിയാം, നമ്മളൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരുപാട് ഉപകരണങ്ങൾ ഉണ്ടായിരുന്നു. സാധാരണ പുറത്തു പോകുമ്പോൾ ടോർച്ച് ഉപയോഗിച്ചിരുന്ന ആളുകൾ, ഇരുട്ടിൽ വെളിച്ചം കാണാൻ ടോർച്ച് ഉപയോഗിച്ചിരുന്ന ആളുകൾ മൊബൈൽ ഫോൺ വന്നപ്പോൾ അതിലെ ഫ്ലാഷ് ലൈറ്റ് ഉപയോഗിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ പ്രസംഗം കേൾക്കാനും മറ്റ് പ്ലെയറുകളായി ഉപയോഗിച്ചിരുന്ന MP3 വേണ്ടി ഉണ്ടായിരുന്ന ചെറിയ ചെറിയ മെഷീനുകൾ മാറി അതും ഫോണിലായി. റേഡിയോ എന്നുള്ള സംവിധാനം തന്നെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്, അതും ഫോണിലേക്ക് കയറി. ടെലിവിഷൻ ഓരോരുത്തരുടെയും വിരൽത്തുമ്പിൽ അവരവരുടെ ഫോണുകളായി മാറിയിരിക്കുന്നു. മുമ്പൊക്കെ വലിയ ക്യാമറകൾ വില കൊടുത്ത് വാങ്ങിയിരുന്ന ആളുകൾ ആ ക്യാമറകളെ ഒഴിവാക്കി നല്ല പിക്സലുകളുള്ള മൊബൈൽ ക്യാമറകളിലേക്ക് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. മുമ്പ് ഉപയോഗിച്ചിരുന്ന GPS എന്ന് പറയുന്ന സംവിധാനം നമുക്ക് ആളുകളെ ലൊക്കേറ്റ് ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന യന്ത്രങ്ങൾ വരെ ഇന്ന് ഫോണുകളിലേക്ക് മാറിയിട്ടുണ്ട്. അലാം വെക്കാനായി ഉപയോഗിച്ചിരുന്ന പ്രത്യേക ക്ലോക്കുകൾ മാറിക്കൊണ്ട് ഇന്ന് അലാറാം എല്ലാവരും ഉപയോഗിക്കുന്നത് അവരവരുടെ ഫോണിലാണ്. കാൽക്കുലേറ്ററുകൾ, കണക്ക് കൂട്ടാൻ ഉപയോഗിച്ചിരുന്ന പഴയ കാൽക്കുലേറ്ററുകൾ ഇന്ന് നമ്മൾ കാണുന്നില്ല. പോർട്ടബിൾ റേഡിയോകൾ കാണുന്നില്ല. ഡയറി കുറിപ്പുകൾ എഴുതാനുള്ള ഡയറികൾ കാണാതായിരിക്കുന്നു. വോയിസ് റെക്കോർഡുകൾ ചെയ്യാനുള്ള ചെറിയ ചെറിയ മെഷീനുകൾ ഇല്ലാതായിരിക്കുന്നു. ചുരുക്കത്തിൽ അതേപോലെ ലാൻഡ് ഫോണുകൾ ഇല്ലാതായി എന്നതൊക്കെ പരിഗണിക്കുമ്പോഴാണ് ഒരു ടെക്നോളജി എങ്ങനെയാണ് എല്ലാം ഒന്നിലേക്ക് കൊണ്ടുവന്നത് എന്നതിനെക്കുറിച്ച് പല ഗവേഷണങ്ങളും നടന്നിട്ടുണ്ട്. അതിൽ വന്ന ഗുണപരമായ മാറ്റം ഈ പറയുന്ന മെഷീനുകളെല്ലാം കയ്യിലെടുത്ത് കൊണ്ടുപോകാതെ നമ്മുടെ ഫോണിൽ തന്നെ എംബഡഡ് ആയതുകൊണ്ട് വളരെ എളുപ്പത്തിൽ നമുക്കത് ഉപയോഗിക്കാൻ പറ്റുന്നു. പക്ഷെ അതിൻ്റെ ഒരു ദൂഷ്യഫലം പലപ്പോഴും വരുന്നത് നമ്മിൽ പലരും, പ്രത്യേകിച്ച് ചെറുപ്പക്കാർ, സ്ത്രീകളെല്ലാം ഈ ടെക്നോളജിയുടെ, മൊബൈൽ ഫോണിൻ്റെ അഡിക്ഷനായി മാറുന്നു. അല്ലെങ്കിൽ അതില്ലാതെ ജീവിക്കാൻ കഴിയാത്ത ഒരവസ്ഥ ഇന്ന് പല ആളുകൾക്കും വരുന്നുണ്ട് എന്നുള്ളത് വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ കാണേണ്ട ഒരു വിഷയമാണ്. അവിടെയാണ് സ്ക്രീൻ അടിമകൾ എന്നുള്ള രൂപത്തിൽ സ്ക്രീൻ അഡിക്റ്റ് എന്ന പേര് പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം വരികയാണ്. നമ്മൾ മദ്യത്തിന് അടിപ്പെട്ടവരെ കുറിച്ച്, മയക്കുമരുന്നിന് അടിപ്പെട്ടവരെ കുറിച്ചൊക്കെ പറയുന്നത് പോലെ സ്ക്രീനിന് അടിപ്പെട്ട ആളുകളെ കുറിച്ച് ഇന്ന് ഏറെ പഠനങ്ങൾ നടന്നിട്ടുണ്ട്. ലോകാരോഗ്യ സംഘടന സ്ക്രീൻ അഡിക്ഷൻ എന്ന് പറയുന്ന വിഭാഗത്തെ ഗെയിമിംഗ് ഡിസോർഡർ എന്ന് പറയുന്ന ഒരു രൂപത്തിലാണ് ഇതിനെ വിലയിരുത്തുന്നത്. ഗെയിമിംഗ് ഡിസോർഡർ എന്ന് പറഞ്ഞാൽ മുമ്പ് അതിനെപ്പറ്റി പറഞ്ഞിരുന്നത് വിവിധ ഗെയിമുകളിൽ, ഓൺലൈൻ ഗെയിമുകളിൽ അഡിക്റ്റ് ആയിക്കൊണ്ട് അല്ലെങ്കിൽ അതില്ലാതെ ജീവിക്കാൻ പറ്റാതെ നിന്നിരുന്ന ആളുകളെ കുറിച്ചാണ് ഗെയിമിംഗ് ഡിസോർഡേഴ്സ് എന്ന് പറയുക. ഈ ഗെയിമിംഗ് ഡിസോർഡർ ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസ് എന്ന് പറയുന്ന രോഗങ്ങളെ വിലയിരുത്തുന്ന, ക്ലാസിഫൈ ചെയ്യുന്ന ഡിസീസിൽ ICD-11 എന്ന് പറയുന്ന ഒരു രോഗത്തിന്റെ ലക്ഷണമായിക്കൊണ്ടാണ് ഗെയിമിംഗ് ഡിസോർഡർ. ഇന്ന് ഗെയിമിംഗ് ഡിസോർഡർ സ്ക്രീൻ അഡിക്ഷൻ ഡിസോർഡർ എന്നുള്ള രൂപത്തിൽ ഇന്ന് മാറിയിട്ടുണ്ട്. അപ്പൊ ഇതിനെ നമ്മൾ ഗൗരവത്തോടു കൂടി കണ്ടിട്ടില്ലെങ്കിൽ ഇതുണ്ടാക്കുന്ന സാമൂഹികമായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒരു ഉദാഹരണം മാത്രം പറയാം. 3-4 മാസങ്ങൾക്ക് മുമ്പ് മെറ്റയുടെ ഫേസ്ബുക്ക്, വാട്സാപ്പ്, ഇൻസ്റ്റാഗ്രാം അടക്കമുള്ള സോഷ്യൽ മീഡിയ ആപ്പുകൾ ഒരു സെർവറിന്റെ തകരാറ് മൂലം ഏകദേശം 6 മണിക്കൂർ നേരം ഡൗൺ ആയിരുന്നു. ഫേസ്ബുക്കിന്റെ മെറ്റയുടെ സെർവർ ഡൗൺ ആയതുകൊണ്ട് കിട്ടാതായി.
അന്ന് അസ്വസ്ഥരായ ജനങ്ങൾ ചെയ്തതിനെ കുറിച്ച് ഒരു പഠനം നടന്നിട്ടുണ്ട്. അവർ പറയുന്നത് ആളുകൾ സുഹൃത്തുക്കളെ വിളിച്ചു നോക്കുന്നു, ബന്ധുക്കളെ വിളിച്ചു നോക്കുന്നു, അതേപോലെ നമ്മുടെ ഫോൺ BSNL, ജിയോ തുടങ്ങിയ പ്രൊവൈഡർമാരെ വിളിച്ചുകൊണ്ട് വരെ ആളുകൾ ബന്ധപ്പെടാൻ തുടങ്ങിയിരുന്നു എന്നുള്ളത് കൗതുകകരമായ ഒരു വിഷയമായിരുന്നു. പലരും അവരവരുടെ ഫേസ്ബുക്കും വാട്സാപ്പൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് റീഇൻസ്റ്റാൾ ചെയ്തു എന്ന് വരെ പറയപ്പെടുന്നത്. അപ്പൊ അത്രയും ഒരു 6 മണിക്കൂർ നേരം പോലും ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ നോക്കാതെ, ഫേസ്ബുക്കിലോ വാട്സാപ്പിലോ ഇൻസ്റ്റാഗ്രാമിലോ നോക്കാതെ ഇരിക്കാൻ പറ്റാത്ത രൂപത്തിൽ, ശ്വാസം കിട്ടാത്ത രൂപത്തിലേക്ക് മാറിയിരിക്കുന്നു. പല വീടുകളിലും ചെന്നാൽ ഒരു ഗ്ലാസ് വെള്ളം ചോദിക്കുന്നതിന് പകരം പല പ്രദേശത്തും അവിടെയുള്ള വൈഫൈയുടെ പാസ്വേഡ് ചോദിക്കുന്ന കുട്ടികളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. റെയിൽവേ സ്റ്റേഷനിലൊക്കെ എത്ര ട്രെയിൻ ലേറ്റ് ആയാലും ആളുകൾക്ക് ഇപ്പോൾ ഒരു പ്രശ്നവുമില്ല. മുമ്പൊക്കെ അരമണിക്കൂർ ട്രെയിൻ ലേറ്റ് ആയാൽ അസ്വസ്ഥത ആയിരുന്ന ആളുകൾ റെയിൽവേയിൽ ഫ്രീ വൈഫൈ വന്നപ്പോൾ അത് എൻജോയ് ചെയ്തുകൊണ്ട് അവിടെ ഇരുന്നു കൊണ്ട് അവരുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇടപെടുകയാണ്. അപ്പൊ ഇതില് നമ്മൾ മനസ്സിലാക്കേണ്ടത്, എങ്ങനെയാണ് ഒരാൾക്ക് ഒരു ഗെയിമിംഗ് ഡിസോർഡർ അല്ലെങ്കിൽ സ്ക്രീൻ അഡിക്ഷൻ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ ലോകാരോഗ്യ സംഘടന ചില ക്രൈറ്റീരിയകൾ വെച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം നാം സ്ക്രീൻ ഉപയോഗിക്കുന്ന സമയത്തിൽ നമുക്കൊരു ക്രമീകരണം ഇല്ലാതിരിക്കുക എന്നുള്ളതാണ്. അത് ഇംപയർഡ് കൺട്രോൾ എന്നാണ് പറയുക. ഒരു കാര്യം നമ്മൾ നോക്കിയാൽ അടുത്ത കാര്യത്തിലേക്ക് പോവുക, പിന്നെയും അതിലേക്ക് പോവുക, ഭക്ഷണം തയ്യാറായി കഴിഞ്ഞാൽ അതിലേക്ക് പോകാതെ വീണ്ടും സ്ക്രീനിൽ ഇരിക്കുക, അവനവന്റെ ജോലി മാറ്റി വെച്ചുകൊണ്ട് ഇതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നതാണ്. ഈ നിയന്ത്രണമില്ലായ്മയാണ് സ്ക്രീൻ അഡിക്ഷന്റെ ആദ്യത്തെ ലക്ഷണം. രണ്ടാമത്തത്, ഈ ഫോണിലേക്ക് നോക്കിയിരിക്കുക അല്ലെങ്കിൽ സ്ക്രീനിലേക്ക് നോക്കിയിരിക്കുക എന്നതിന് ഏറ്റവും വലിയ മുൻഗണന നൽകുന്നു. മറ്റെല്ലാം മാറ്റി വെച്ചുകൊണ്ട് ഞാൻ ഇപ്പൊ വരാം അല്ലെങ്കിൽ ഇപ്പൊ ഇതാ വരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഫോണിലേക്ക് നോക്കുക എന്നതൊരു മുൻഗണനയായി മാറുകയാണ് രണ്ടാമത്തെ ലക്ഷണം. മൂന്നാമത്തേത്, തുടർച്ചയായ ഉപയോഗം മൂലം തലവേദന, കാഴ്ചക്കുറവ്, ഉറക്കമില്ലാതിരിക്കുക, അതേപോലെ തന്നെ സ്ഥിരമായി നമ്മൾ ബന്ധപ്പെടേണ്ട ആളുകളുമായി സംസാരിക്കാൻ നമുക്ക് കഴിയാതിരിക്കുക. അതിനുദാഹരണം പറയുന്നത്, ഇപ്പോൾ നമ്മുടെ പ്രായം ചെന്ന മാതാപിതാക്കളെ സന്ദർശിക്കുകയോ ഫോൺ ചെയ്യുകയോ ചെയ്യേണ്ടത്, സുഹൃത്തുക്കളെ വിളിച്ചു സംസാരിക്കേണ്ടത്, ഇതിലൊന്നും താല്പര്യമില്ലാതെ തുടർച്ചയായി ഫോൺ ഉപയോഗിച്ചു കൊണ്ടിരിക്കുക എന്നത് അപകടകരമായ ഒരു പ്രവണതയാണ്. അപ്പൊ ഈ 3 ക്രൈറ്റീരിയയിൽ ഏതെങ്കിലും ഒരു ക്രൈറ്റീരിയ നമുക്കുണ്ടെങ്കിൽ നാം സ്ക്രീനിന് അടിമയാകാൻ തുടങ്ങിയിരിക്കുന്നു എന്ന ഇതിന്റെ പ്രാഥമിക ലക്ഷണമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പ്രത്യേകിച്ച് ആരോഗ്യപരമായ വിഷയങ്ങൾ നമ്മൾ സ്ക്രീനിലേക്ക് നോക്കിയിരിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഈ ബ്ലൂ ലൈറ്റുകൾ നമ്മുടെ കണ്ണിന്റെ പ്രവർത്തനക്ഷമതയെ കാര്യമായി ബാധിക്കുന്നുണ്ട്. അത് പലപ്പോഴും നമുക്ക് കാഴ്ചശക്തി കുറയാനും പിന്നെ തലവേദന വരാനും മൊത്തം നമ്മുടെ മൂഡിനെ, നമ്മുടെ താല്പര്യങ്ങളെ സ്വാധീനിക്കാനും ഒക്കെ സാധ്യതയുള്ള ഒരു വിഷയമാണ്. ഏറ്റവും ആരോഗ്യപരമായ ഒരു വിഷയം ഈ മാനസികവും സാമൂഹികവുമായ സ്ക്രീൻ അഡിക്ഷനാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമ്മുടെ താല്പര്യമുള്ള കാര്യങ്ങൾ കൂടുതൽ കാണുമ്പോൾ നമ്മുടെ ഡോപ്പമിൻ എന്ന് പറയുന്ന നമ്മുടെ ശരീരത്തിലുള്ള പ്രത്യേകമായ ഹോർമോൺ അല്ലെങ്കിൽ ഒരു എൻസൈമിന്റെ പ്രവർത്തനത്തിൽ വരുന്ന വ്യത്യാസങ്ങൾ നമുക്ക് പലപ്പോഴും ശ്രദ്ധക്കുറവ് അല്ലെങ്കിൽ അമിതമായ ആവേശങ്ങൾ, വിഷാദം, സങ്കടം, അതല്ലെങ്കിൽ ഉന്മാദം, ഭയങ്കര യൂഫോറിയ, ഭയങ്കര ആഹ്ലാദം, ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുന്നത് ഇന്ന് വിർച്വൽ ലോകത്ത് വളരെ സ്വാധീനമുണ്ടാക്കുന്നതാണ്. പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ ഫോൺ വാങ്ങി വെക്കുമ്പോൾ ചില കുട്ടികൾക്ക് വരുന്ന, അവരുടെ മുഖത്ത് വരുന്ന ഭാവങ്ങൾ, അവരിലുണ്ടാകുന്ന പ്രതികരണങ്ങൾ, ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഫോൺ വാങ്ങി വെക്കുമ്പോൾ അഗ്രസീവ് ആകുന്ന അല്ലെങ്കിൽ ഉപദ്രവിക്കാൻ തുടങ്ങുന്ന അല്ലെങ്കിൽ ആക്രമിക്കാൻ തുടങ്ങുന്ന, എറിഞ്ഞു പൊട്ടിക്കാൻ തോന്നുന്ന സ്വഭാവമുള്ള കുട്ടികളെ പ്രത്യേകമായി ശ്രദ്ധിക്കുകയും അവർക്ക് കൗൺസിലിംഗ് കൊടുക്കുകയും വേണം എന്നുള്ളതാണ് ഇതിൽ വിദഗ്ധന്മാർ പറയുന്നത്. ഇത്തരം ആളുകളാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഫോൺ വാങ്ങിവെച്ച ഒരു വിഷയത്തിൽ മനം നൊന്തുകൊണ്ട് ഒരു കുട്ടി കാശിക്ക് പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടി നാട് വിട്ടിട്ട് 15 ദിവസം കഴിഞ്ഞിട്ടും ആ കുട്ടിയെ കണ്ടെത്താനായില്ല എന്നുള്ളത് വലിയ ഗൗരവത്തോടു കൂടിയാണ്. പലപ്പോഴും ഇത്തരം ചെറിയ ചെറിയ വിഷയങ്ങൾക്ക് വേണ്ടി ആത്മഹത്യ ചെയ്യുന്ന കുട്ടികളിൽ പലരും സ്ക്രീൻ അഡിക്ഷൻ സിൻഡ്രോം ഉള്ള ആളുകളായിരുന്നു എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ ഇതിന്
പ്രായോഗികമായ 2-3 ടിപ്സുകൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒന്ന്, നമ്മൾ ഫോണുകളിൽ രാവിലെ ഒരാൾ എണീറ്റ ഉടനെ ചെയ്യുന്ന ആദ്യത്തെ പ്രവൃത്തി ഫോൺ നോക്കുക എന്നുള്ളതാണെങ്കിൽ നിങ്ങളിലേക്ക് അഡിക്ഷൻ കയറി വരുന്നു എന്നതിൻ്റെ പ്രാഥമിക ലക്ഷണമാണ്. ബാത്റൂമിൽ പോകാതെ, അല്ലെങ്കിൽ പല്ല് വൃത്തിയാക്കാതെ, അല്ലെങ്കിൽ ഒതു എടുക്കാതെ, മുഖം കഴുകാതെ ഒക്കെ നേരെ ഫോണിലേക്ക് നോക്കുന്നു. പുതിയ മെസ്സേജുകൾ വന്നിട്ടുണ്ടോ, പുതിയ നോട്ടിഫിക്കേഷൻ ഉണ്ടോ എന്ന് നോക്കുന്നത് ഇതിന്റെ ആദ്യ ലക്ഷണമായിട്ടാണ് തോന്നുന്നത്. അപ്പൊ അതിൽ ഏറ്റവും നിർണായകമായ ഒരു കാര്യം നമുക്ക് ചെയ്യാവുന്നത് പരമാവധി നോട്ടിഫിക്കേഷനുകൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. ഓഫാക്കി ഇടുക എന്നത്, അല്ലെങ്കിൽ ഷോ ലെസ് എന്ന് പറയുന്ന ഭാഗങ്ങൾ ഉണ്ടാവും, കുറച്ച് കാണിച്ചാൽ മതി എന്നുള്ളത്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട മെസ്സേജുകൾ മാറ്റി നിർത്തി ബാക്കിയൊക്കെയും നോട്ടിഫിക്കേഷൻ ഒഴിവാക്കുകയും ഓരോ ആപ്പും ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഡു യു വാണ്ട് ടു സെൻഡ് നോട്ടിഫിക്കേഷൻ എന്ന് ചോദിക്കുമ്പോൾ നോ 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 എന്ന് അടിക്കുന്നത് നല്ലൊരു ശീലമാണ്. കാരണം അതിനൊക്കെ ഉള്ള നോട്ടിഫിക്കേഷനുകൾ, ഏത് നോട്ടിഫിക്കേഷൻ വന്നാലും നമ്മുടെ ശ്രദ്ധയെ അത് മാറ്റും എന്നതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കി അത് ഒഴിവാക്കിയാണ് നല്ലത്. അതേപോലെ നമ്മുടെ ഈ വാച്ച് ഹിസ്റ്ററി, ഏത് സാധനം നോക്കിയാലും അതിലെ വാച്ച് ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു ഭാഗം ഉണ്ടാകും. നമ്മൾ നോക്കിക്കഴിഞ്ഞ സാധനങ്ങൾ അതിനുശേഷം തന്നെ ഡിലീറ്റ് ചെയ്ത് വെക്കുന്നത് നമുക്ക് പലപ്പോഴും ഉപയോഗപ്പെടും. കാരണം ഈ മെഷീനുകൾ മുഴുവൻ അൽഗോരിതത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഈ അൽഗോരിതത്തിനെ നിയന്ത്രിക്കാൻ പറ്റിയ ഒരു കാര്യം അതിനെ കൺഫ്യൂഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഒരു ദിവസം കുറേ കാര്യങ്ങൾ നമ്മൾ നോക്കി, അടുത്ത ദിവസം അല്ലെങ്കിൽ അടുത്ത മണിക്കൂറിൽ ഈ മെഷീൻ നമ്മൾ നോക്കിയതിന്റെ ഉപകാര്യങ്ങൾ അല്ലെങ്കിൽ അതിന്റെ അടുത്ത ഭാഗങ്ങളാണ് പിന്നെയും കാണിക്കുക. അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഇതിലെ ഹിസ്റ്ററി നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ, ക്ലിയർ ഹിസ്റ്ററി, ഡിലീറ്റ് ഹിസ്റ്ററി കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നമ്മൾ രക്ഷപ്പെടാൻ പറ്റും. പിന്നീടുള്ളത് നമ്മുടെ ഫീഡുകൾ, ഇൻസ്റ്റാഗ്രാമിലും വാട്സാപ്പിലൊക്കെ വരുന്ന ഫീഡുകൾ നിയന്ത്രിക്കാൻ വേണ്ടി ഈ അൽഗോരിതത്തിനെ നമുക്ക് കൺഫ്യൂസ് ചെയ്യിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ സ്ഥിരമായി നോക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കിയിട്ട്, ഇപ്പോൾ ഒരാൾക്ക് ഇതിൽ നിന്ന് മാറാനുള്ള ഏറ്റവും നല്ല ഒരു മാർഗം നമ്മൾ ഖുർആനോട് ബന്ധപ്പെട്ടുകൊണ്ട്, മതത്തിനോട് ബന്ധപ്പെട്ടുകൊണ്ട്, അതല്ലെങ്കിൽ അറബി പഠനത്തോട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ സെർച്ചിൽ കൊടുക്കുകയും കൂടുതൽ ലൈക്കും ഫോളോ അപ്പും നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് ഇതിൽ നിന്ന് മാറാൻ കഴിയും. പിന്നെ നമ്മൾ കുറേ ദിവസത്തിന് നമ്മൾ നോക്കുന്നതൊക്കെ ഖുർആനോട് ബന്ധപ്പെട്ട മെസ്സേജുകൾ, മതത്തിനോട് ബന്ധപ്പെട്ട മെസ്സേജുകൾ, നമ്മുടെ പ്രസ്ഥാനത്തോട് ബന്ധപ്പെട്ട മെസ്സേജുകൾ ഒക്കെ ആയിരിക്കും വരിക. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അനാവശ്യമായ ഹറാമായ, അതല്ലെങ്കിൽ നമ്മുടെ സമയം പോക്കികളായ മെസ്സേജുകളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അതിനുവേണ്ടി നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ, ഇതിനെ ഡിജിറ്റൽ ഡീടോക്സ് എന്നാണ് പറയുക. വലിയൊരു വിഷയമാണ് ഡിജിറ്റൽ ഡീടോക്സിഫിക്കേഷൻ എന്നാണ് പറയുക. നമ്മുടെ ഫോണിൽ നിന്നൊക്കെ ഉള്ള സാധനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ലത് നിശ്ചയിച്ച സമയത്ത് മാത്രമേ ഇത് നോക്കുള്ളൂ. ഇപ്പൊ പ്രത്യേകിച്ച് നമ്മുടെ ഔദ്യോഗിക ജോലി ചെയ്യുന്നതിന്റെ ഇടയിൽ ഫോൺ നോക്കാൻ പാടില്ല. ചില ആളുകൾ പെട്ടെന്ന് ഇടക്കിടക്ക് ഫോൺ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും, മെസ്സേജ് വന്നോ, ഫോൺ വന്നോ എന്നൊക്കെ ഉള്ളത്. അപ്പൊ നമ്മളൊരു സാലറീഡ് ആളാണ്, അല്ലെങ്കിൽ ഒരു ജോലിയാണ്, ഞാനിപ്പോ 10 മണി മുതൽ 1 മണി വരെ എൻ്റെ ജോലി സമയമാണെങ്കിൽ ആ സമയം സോഷ്യൽ മീഡിയ ഡാറ്റ ഓഫ് ആക്കിയിട്ട് വെക്കുന്നത് വളരെ നല്ലൊരു ശീലമാണ്. അങ്ങനെ ആകുമ്പോഴുള്ള സൗകര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുകയും ആളുകളോട് നല്ല നിലക്ക് പെരുമാറാനും കഴിയും. നമ്മുടെ കസ്റ്റമർ ആകട്ടെ, ഇപ്പൊ പേഷ്യൻ്റ് ഒക്കെ വരുമ്പോൾ അതിന്റെ ഇടയിൽ നമ്മൾ ഫോൺ നോക്കുന്നു എന്ന് പറയുമ്പോൾ പേഷ്യൻസിന് പല ആൾക്കാർക്കും വലിയ പ്രയാസമാണ്. സാറ് ഫോണുമ്പോൾ കളിച്ചിരിക്കുകയാണോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാർ വരെയുണ്ട്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ശമ്പളം വാങ്ങുന്ന, ജോലി ചെയ്യുന്ന സമയങ്ങളിൽ പരമാവധി മൊബൈൽ ഡാറ്റ ഓഫാക്കി വെക്കുക എന്നുള്ളതാണ് നല്ല ഒരു കാര്യം. പിന്നെ രണ്ടാമത്, നമുക്ക് പറ്റുമെങ്കിൽ പുസ്തകങ്ങൾ വായിക്കുക, അതേപോലെ തന്നെയാണ് ഈ കായിക പരിപാടികളിൽ, കളികളിൽ ഏർപ്പെടുക, അതേപോലെ പ്രകൃതിപരമായി ഫോൺ വിളിക്കുന്നതിന് പകരം നേരെ പോയി സംസാരിക്കുക തുടങ്ങിയ ശീലങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പൊ നമ്മുടെ വിചിന്തനത്തിന്റെ പ്രചാരണ മാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളെല്ലാവരും വിചിന്തനം ചേർക്കുന്നുണ്ടല്ലോ. അതിനിപ്പോ പുസ്തകങ്ങളിലേക്ക്, വായനയിലേക്ക് ആളുകളെ കൂടുതൽ വെക്കുന്നത് പലപ്പോഴും നമുക്ക് ഇത് കുറക്കാൻ പറ്റും. പിന്നീടുള്ള ഒരു മെത്തേഡ് 20-20-20 എന്ന് പറയുന്ന 3 20കളെ ശ്രദ്ധിച്ചാൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട്. ഒന്ന്, 20 മിനിറ്റെങ്കിലും ഗ്യാപ്പിൽ മാത്രമേ നമ്മൾ ഇത്തരം ഫോണായാലും ടെലിവിഷൻ ആയാലും ലാപ്ടോപ്പ് ആയാലും നമ്മൾ 20 മിനിറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ
20 സെക്കൻഡ് നേരമെങ്കിലും നമ്മൾ കണ്ണടച്ചിരിക്കുകയും നമ്മുടെ കയ്യിന്റെ ഈ ഭാഗം രണ്ട് കൈയും കൂടി കണ്ണിനോട് അമർത്തി പിടിച്ചുകൊണ്ട് 20 മിനിറ്റ് നേരം നമ്മൾ ഇങ്ങനെ 20 സെക്കൻഡ് സമയം നമ്മൾ ഇരുന്നാൽ, അല്ലെങ്കിൽ ഒരു മിനിറ്റ് സമയം ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഈ തലവേദന നമുക്ക് ഒഴിവാക്കാൻ കഴിയും. ഫോൺ നോക്കിയിട്ടുള്ള, അതല്ലെങ്കിൽ ലാപ്ടോപ്പ് നോക്കിയിട്ടുള്ള തലവേദനകൾ നമുക്ക് ഒഴിവാക്കാൻ ഈ കയ്യിന്റെ ഈ പാദം എന്ന് പറഞ്ഞ ഈ ഭാഗം നമ്മൾ കണ്ണിന് അമർത്തി വെച്ചുകൊണ്ട് തല ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഈ തലവേദന ഒഴിവാക്കാൻ പറ്റും. അതേപോലെ പറ്റുമെങ്കിൽ ഒരു നല്ല ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തുകൊണ്ട്, 20 അടി എന്നൊക്കെയാണ് പറയുന്നത്, TV ഒക്കെ നോക്കുകയാണെങ്കിൽ നല്ല ദൂരത്ത് വെച്ചുകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ സ്ക്രീൻ അഡിക്ഷനിൽ ഉണ്ടാകുന്ന ആരോഗ്യപരമായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഇനി ആർക്കെങ്കിലും തീരെ പറ്റുന്നില്ലെങ്കിൽ, ഇത് ഫോൺ ഒഴിവാക്കാൻ പറ്റുന്നില്ല, പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഫോൺ ഒഴിവാക്കാൻ പറ്റുന്നില്ല, ഇൻസ്റ്റാഗ്രാം തുറക്കാതിരിക്കാൻ പറ്റുന്നില്ല, ഫേസ്ബുക്കിൽ ഇതാക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവർക്ക് ഇപ്പോൾ കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി എന്ന് പറയുന്ന കുറെ തെറാപ്പികളുണ്ട്. മാനസികമായ കൗൺസിലിംഗ് കൊടുക്കാനും തെറാപ്പികൾ കൊടുക്കാനുമുള്ള സൗകര്യങ്ങളുണ്ട്. ഇത് നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പരമാവധി സമയം നമ്മൾ സ്ക്രീനിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ ദിക്റുകളാകട്ടെ, പ്രാർത്ഥനകളാകട്ടെ, അല്ലെങ്കിൽ നമ്മുടെ കുടുംബ ബന്ധങ്ങൾ, സ്നേഹബന്ധങ്ങൾ, വ്യക്തികളോടുള്ള നേരിട്ടുള്ള ഇന്ററാക്ഷനിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞാൽ ഈ സ്ക്രീൻ അഡിക്ഷനിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അങ്ങനെ പരമാവധി സമയം പടച്ചവന്റെ ചിന്തയോടുകൂടി മതപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് അനാവശ്യമായ സംസാരങ്ങളിലേക്കോ, അതല്ലെങ്കിൽ അനാവശ്യമായ വീഡിയോകളിലേക്കോ, അനാവശ്യമായ കോമഡികളിലേക്കോ, ഇത്തരത്തിലുള്ള പരിപാടികളിലേക്കോ പോകാതെ കൂടുതൽ ശ്രദ്ധയോടുകൂടി നമ്മൾ ജീവിക്കുകയും, നമ്മുടെ സമയം ഓരോ മിനിറ്റും കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നാളെ പിറ്റേന്ന് നമ്മൾ മരിച്ചു പോവുകയോ അല്ലെങ്കിൽ നമ്മുടെ രോഗം കൊണ്ട് നമുക്ക് ഇതൊന്നും ചെയ്യാൻ കഴിയാത്ത സമയത്തിൽ നമ്മൾ ഒരുപാട് ദിക്റ് ചെല്ലുന്നതിനപ്പുറം ഇപ്പോൾ തന്നെ കിട്ടുന്ന സമയങ്ങളിൽ പടച്ചവനെ കുറിച്ചുള്ള ചിന്ത, ദീനിനെ കുറിച്ചുള്ള ചിന്ത, ദഅ്വാ പ്രസ്ഥാനങ്ങളെ കുറിച്ചുള്ള പ്രവർത്തനങ്ങളുമായി മുഖരിതരായി ജീവിക്കുക. അത്തരത്തിലുള്ള സജ്ജനങ്ങളിൽ പടച്ച തമ്പുരാൻ നമ്മളേവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ വലുതും ചെറുതുമായ പാപങ്ങൾ പുറത്തു നിന്നുകൊണ്ട് നമ്മളേവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതൽ അലീമുൽ ഹക്കീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.